ഇത് ക്ഷേത്രത്തിൻ്റെ കവാടമാണ്. രാവിലെ നല്ല സുപ്രഭാതത്തിൽ നടക്കുകയാണ് ക്ഷേത്രത്തിൽ ഇന്നലെ കയറി ക്ഷേത്രത്തിൻ്റെ ആ ഒരു വ്യൂസ് എല്ലാം കാണാം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ കവാടം ബീച്ചിലേക്കാണ് പോകുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ബീച്ച് ഭാഗത്തേക്ക് പോവാണ് നടന്ന് നമ്മൾ. ഇവിടെ ഇവിടെയും ചെരുപ്പിട്ട ആളുകൾ, പിന്നെ ചായ കുടിക്കുന്ന ഇവിടെ പിന്നെ ഷോപ്സ് എല്ലാം കാണാം. ചെരുപ്പിടുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്താണ്. നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗത്താണ്. അവിടെ സഞ്ചാരികളെ കാണാം. സഞ്ചാരികളെ കാണാം. നമുക്ക് ആ വഴിയിലേക്ക് പ്രവേശിക്കാം. ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ദർശൻ, ക്യൂ, ടെമ്പിൾ, അങ്ങനെ കുറച്ച് ബോർഡുകൾ കാണാം. കോട്ടേജ്, ടോയ്ലറ്റ് ബ്ലോക്ക്, പാർക്കിംഗ് എല്ലാം കാണാം. നമ്മൾ ഇതിലെ ടെമ്പിളിൻ്റെ ആ ഭാഗത്തേക്ക് പോവേ. ഇനി ബീച്ച് കൂടി കാണിക്കാനാണ് കൊണ്ടുപോകുന്നത്. ഇത്രയും നല്ല ആ സ്റ്റൈലിഷായൊരു ഇത് കാണാം. പിന്നെ കുറച്ച് സഞ്ചാരികൾ ഒരുപാട് വന്ന് കിടക്കുന്നു. സഞ്ചാരികൾ പണ്ടത്തെ കടയിലൊക്കെ ഇതാണ് മണ്ഡപം. ഇവിടുത്തെ നല്ല വൻ ജനാവലിയാണ്. രാവിലെ ദർശനത്തിനുള്ള ജനാവലി നമുക്ക് കാണാം. പിന്നെ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട്. പിന്നെ സഞ്ചാരികളെല്ലാം വന്നിരിക്കുന്നതൊക്കെ കാണാം. ഇവിടെ ക്യാമ്പ് ചെയ്യാൻ നല്ലൊരു സ്പോട്ടാണ്. നല്ല പിക്നിക് സ്പോട്ട് കൂടിയാണ്. ഇത്രയും നല്ല ഒരിത് കണ്ടിട്ടില്ല. നമുക്കിനി ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിലേക്ക് ആ ക്യൂ കാണാം. പിന്നെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നടക്കുന്നൊരു ഓരോ ക്യൂവിൽ വെള്ളവും കൂടി കൊടുക്കുന്നുള്ളത് കാണാം. ഒരു ക്യൂവിൽ നല്ല തിരക്കുണ്ട്. മുരുകൻ്റെ ആ ഒരു ഇത് കാണാം. ആ മണ്ഡപം കാണാം. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിലേക്ക് നല്ല തിരക്കുമാണ്. ഇത്രയും തിരക്കുള്ള മനോഹരമായ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തിരുച്ചെന്തൂർ. പിന്നെ ഒരു അമ്പലം മയിലിനെ കാണാം. പിന്നെ ഫോട്ടോ സ്പോട്ടാണ് ഇവിടെ. ഇത്രയും നല്ല ജനാവലിയുള്ളൊരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് മുരുകൻ ജനാവലി കാണുന്നത്. മുരുകൻ കോവിലിൽ ഇത്രയും ജനാവലി ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ജനാവലി കണ്ടിട്ടില്ല. ഇത്രയും നന്നായിട്ട് കണ്ടിട്ടില്ല. ഇത്രയും ജനങ്ങളുടെ ആ ഇത് ഇപ്പോൾ ക്യൂ കാണാം. ഇവിടെ നിന്ന് ഇന്നലെ ക്യൂവിലായതുകൊണ്ട് ഇന്നലെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾ ഓരോ കാർട്ടൂൺ ഇത് കാണാം. പക്ഷേ ഇരിക്കുന്ന സ്പോട്ടുകളാണ് ഓരോ ഇരിപ്പിടം. ഇത് ക്യൂ ആണ്. അമ്പലത്തിനകത്തേക്കുള്ള ക്യൂ ആണ്. ഇത്രയും നല്ല നമ്മൾ ബീച്ചിൽ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളാണ്. ഫ്രൂട്ട്സൊക്കെ കടക്കാര്യങ്ങൾ അകത്ത് കടല കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്താണല്ലോ എനിക്ക് അമ്പലത്തിലേക്ക് ദർശനം കയറുന്നത്. വെള്ളം കൊടുക്കുന്നുണ്ട്, ചായ കൊടുക്കുന്നു. അങ്ങനെ എന്തെല്ലാം കൊടുത്താണ് നമ്മൾ എൻജോയ് ചെയ്യുന്ന. 100 രൂപ ക്യൂ ആണിത്. ഫ്രീ ദർശൻ ക്യൂ അപ്പുറത്താണ്. ഫ്രീ ദർശൻ ക്യൂ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയിലാണ്.
നമ്മളിപ്പോൾ ഇത് 100 റുപ്പീസ് ക്യൂ ആണിത്. ഇവിടെ എവിടെ നോക്കിയാലും മയിലിനെ കാണാം. ഇവിടെ എവിടെ നോക്കിയാലും അങ്ങനെ പ്രത്യേകത ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഓരോ നമ്മൾ തളരുമ്പോഴും ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഓരോ തളരുമ്പോഴും ഇതാ ബീച്ചിൻ്റെ ആ ഒരു ഭംഗിയിലേക്കെത്തി. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇത്രയും നല്ല ഇതായിട്ട് ഇവിടെ എവിടെ നോക്കിയാലും മയിലിനെ കാണാം. ആണ് ഇവിടുത്തെ പ്രത്യേകത. മയിലുകളുടെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താ എവിടെ നോക്കിയാലും മയിലിനെ കാണാം. എന്താ കണ്ടോ, ഇവിടെ നിന്ന് ബീച്ച് കാണാം. സൺറൈസ് കഴിഞ്ഞു. നോക്കും മയിലിനെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് എവിടെ നോക്കിയാലും അടുത്ത് നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടി കടൽ കണ്ട് കാഴ്ചകൾ പോവാം. കടൽ കാഴ്ച കണ്ട് പോവാം. കടൽ പോവാം. എന്നിട്ട് ഈ ക്യൂ ഇവിടം വരെ ഉണ്ട്. അവിടെ നിന്ന് കറങ്ങി വരും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കടലിലെ വ്യൂ ഒക്കെ കണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കടലിലെ വ്യൂ, കടൽ ബീച്ചിൻ്റെ ആ ഒരു ഇത് ഇപ്പോൾ കല്ലൊക്കെ കെട്ടിയിരിക്കുകയാണ്. ബംഗാൾ കടൽ എപ്പോഴും ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. ശാന്തമായ ബംഗാൾ കടലും ആ സൈഡിൽ അറബിക്കടലും കാണാം. ഇവിടെ നിന്നാൽ കൂടംകുളം കാണാമെന്നും പറയുന്നുണ്ട്. കൂടംകുളം ഇത് തിരുച്ചെന്തൂർ വരുന്നത് തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം വരുന്നത്. തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിൽ. പിന്നെ ഇത്രയും നല്ല ജനവലിയിൽ ഉള്ളൊരു സ്ഥലത്ത് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി വീഡിയോ. ഇനി ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ ദർശനമൊക്കെ കണ്ടു. ബീച്ചിൽ പോയി ഒന്ന് ബീച്ചിൽ എല്ലാവരും ഇറങ്ങുന്നത് കാണാം. ബീച്ചിൽ ആൾക്കാർ ഇറങ്ങി. 8 മിനിറ്റായി. 8 മിനിറ്റായി. മിനിറ്റായി. പിന്നെ കുറേ ദൂരം ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് എത്താറായി. ബീച്ചിൻ്റെ ആ ഒരു ബീച്ചിലും ആ തിരക്കുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലെത്തി നമ്മൾ. ഇപ്പോൾ ഈ ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നു പുതിയൊരു ടൂറിസ്റ്റ് സ്പോട്ടിന് വേണ്ടി. പിന്നെ കച്ചവടക്കാരെയൊക്കെ കാണാം. ബീച്ചിലേക്ക് എത്താറായി. ബീച്ചിലേക്ക് നമ്മൾ ഇവിടെ കുറേ മണ്ഡപങ്ങൾ കാണാം. ഇവിടെ ഇങ്ങോട്ട് പോകും മണ്ഡപങ്ങൾ കാണാം. നല്ല തിരക്കുണ്ട് ബീച്ചിൽ.
എന്തോ ഒരു മെസ്സേജ് പറയുന്നു. ഇവിടെ കച്ചവടക്കാരെ കാണാം. നല്ല തിരക്കുണ്ട് ബീച്ചിൽ രാവിലെ. ഒരുപാട് സഞ്ചാരികൾ വരുന്നു. മുരുടേശ്വർ ഇങ്ങനെ തിരക്കില്ല കട്ടിലുള്ള മുരുടേശ്വറിൽ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മുരുടേശ്വറിലാണ് ഇതേപോലെയുള്ള തിരക്ക് കണ്ട്. ബീച്ച് കൂടിയ ഒരു അമ്പലം, ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം ഗോകർണം. ഇത് വലിയ തിരക്കില്ല. മുരുടേശ്വറാണ്. മുരുടേശ്വർ കഴിഞ്ഞാൽ തിരക്കുള്ള എവിടെയാണ് മുരുടേശ്വർ കഴിഞ്ഞാൽ. പക്ഷേ നല്ല രീതിയിലായി. ഇനി നമ്മൾ ബീച്ചിലെത്തുന്നു. എന്നാലും ബീച്ചിലേക്ക് അനൗൺസ് തുടങ്ങി. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ല തിരക്കുള്ളൊരു ബീച്ചിൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ കാലൊക്കെ നനച്ച് കാലില് ഇനി കഴിഞ്ഞു, ഇവിടത്തെ കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. ബൈ ഫ്രണ്ട്.